ചേട്ടാ ചേട്ടാ എണീക്കൂ. ഉറങ്ങാൻ കിടക്കുമ്പോണ്ടായില്ലോ, ഇത് എവിടെ പോയി? അവിടെ പേപ്പർ വേണ്ട, നീ വായിച്ചു കേൾപ്പിക്കുമ്പോഴാ പ്രഭാത ബേരിക്കൊരു സുഖം. പ്രഭാത പേര് 3 മണിക്കൂർ ആക്കല്ലേ, 8 മണിക്ക് പോകാനുള്ളതാ. അത് നിന്റെ മിടുക്ക് പോലിരിക്കും. ഫോൺ ചോർത്തൽ, CBI കേസെടുത്തു. ന്യൂഡൽഹി. അതെ, ഹെഡ്ലൈൻ മാത്രം വായിച്ചാ മതി. മന്ത്രിയെ പന്നി കടിച്ചു. ചട്ടങ്ങൾ തയ്യാറാക്കാൻ ഗവൺമെന്റിന് അധികാരം. റബ്ബർ വില ഇനിയും കൂടും. ബോർഡ് ചെയർമാൻ. ഓ, നീ കേൾക്കാൻ സുഖമുള്ള എന്തെങ്കിലും വായിക്ക് സീതേ. കേരളത്തിൽ എണ്ണവില കുറയും. പെട്രോൾ ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര തീരുമാനം. ആശ്വാസായി, സംഭവം ക്ലീൻ, നല്ല സുഖം. നിനക്കോ? രമേശന്റെ കാര്യം എന്തായി? എന്തോന്നാ? ഒന്ന് തുപ്പിയിട്ട് പറ. അവൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങട്ടെ, നമുക്ക് സഹായിക്കാം. നമുക്കൊരു മോളുള്ളതാ, ഇനി അവളുടെ കാര്യം മാത്രം നോക്കിയാ മതി. അവളുടെ കാര്യം കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നും രാഗം, താനം, പല്ലവി. അപ്പുറത്തോണ്ട് മനുഷ്യ. അവൾക്ക് പണ്ടേ ചെവി കേൾക്കില്ലെന്ന് നിനക്കറിയാം. പറയല്ലേ ചേട്ടാ, പടനിയാണ്ടവൻ സഹായിച്ച് എന്റെ ചെവിക്ക് യാതൊരു കുഴപ്പവുമില്ല. ആവശ്യമില്ലാത്തതാണെങ്കിൽ എത്ര അടക്കി പറഞ്ഞാലും വൃത്തിയായിട്ട് എനിക്ക് കേൾക്കാം. എന്താ പറ്റി രാവിലെ ഒരു കൺഫ്യൂഷൻ? ഒരു ഫസ്റ്റ് ക്ലാസ് പ്രേമലേഖനം തയ്യാറാക്കണം, പക്ഷേ തുടക്കം കിട്ടുന്നില്ല. ചോദിക്കാൻ മറന്നു, നിന്റെ കാതലിപ്പ് എങ്ങനെ പോകുന്നു? ഇപ്പോഴും അസ്ഥിയിലാണോ? അസ്ഥി കഴിഞ്ഞ് മജ്ജയിലോട്ട് കയറി. അച്ഛൻ അറിഞ്ഞു? പക്ഷേ അറിഞ്ഞില്ലെന്ന് നടിച്ച് നടക്കുവാണെന്ന് തോന്നുന്നു. ബാലേന്ദ്രൻ ഇന്നൊന്ന് കണ്ടാലോ? ആൾ ഒരാഴ്ചയായി സ്ഥലത്തില്ല, ബാംഗ്ലൂരിലാ. കാർ റാലിക്ക് പോയതാ. റാലി എന്ന് പറഞ്ഞ ബാലേട്ടൻ ചത്തുകളയും. അയ്യോ, അതോർത്ത് പോലും വിഷമിക്കണ്ട. ഒരുവിധമുള്ള റാലിയൊക്കെ കല്യാണത്തോടെ തീർന്നു കിട്ടും. പിന്നെ കല്യാണം കഴിഞ്ഞാൽ കാർ റാലി പോയിട്ട് ഒരു സൈക്കിൾ റാലിക്ക് പോകാനുള്ള ആവേശം പോലും കാണത്തില്ല, അതുറപ്പ്. അതങ്ങ് പാണ്ടിയില്. ഇവിടെ അതല്ല. പ്രേമത്തിന്റെ ടെമ്പോ കുറയാതിരിക്കാൻ ബാംഗ്ലൂർ അഡ്രസ്സിൽ ഒരു ഉഗ്രൻ സാധനം അങ്ങ് കാച്ചാന്ന് വെച്ചാ. ആന്റിക്ക് കിട്ടിയ പഴയ സാധനം എല്ലാം കയ്യിലുണ്ടോ? പിന്നില്ലേ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നിന്റെ അച്ഛൻ തീരെ കലാബോധമില്ലാത്തവനാ. ഞാൻ ആ തമിഴനോട് ഒളിച്ചോടിയ ദിവസമേ എല്ലാം പേർക്ക് തീയിലിട്ടു. അയ്യോ, പുരാവസ്തു വകുപ്പിൽ വെക്കേണ്ട മെറ്റീരിയൽസ് ആയിരുന്നു. ഒരു കോപ്പി പോലും എടുത്ത് വെക്കാൻ പറ്റിയില്ല. എത്ര തലമുറയ്ക്ക് ഉപയോഗപ്പെടേണ്ടതായിരുന്നു. പോട്ടെ, നീ വിഷമിക്കൊന്നും വേണ്ട. ആന്റി മോക്കൊരെണ്ണം ഡ്രാഫ്റ്റ് ചെയ്ത് തരും പോരെ? എന്നാ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കളയാ. ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതിക്കോ. പരമപ്രാണേശ്വര ഓർ എൻ കാതലെ. പ്രേമത്തിന്റെ നടുക്കടലിൽ സ്വപ്നത്തിന്റെ ഉപ്പുചാക്കുമായി വന്ന തോണിക്കാരിയാണ് ഞാൻ. എന്റെ ഉപ്പുചാക്ക് കടൽ വീണ് അലിഞ്ഞു പോകാതെ ബാലേട്ടന്റെ ഹൃദയമാകുന്ന ഗോഡൌണിലേക്ക് ചുമന്നു മാറ്റൂ. ചാളം കേട്ടിട്ട് തന്നെ ഛർദിക്കാൻ വരുന്നു. ദമയന്തി, നീ എന്റെ മോൾക്ക് ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ആവശ്യമില്ലാത്തൊന്നും അല്ലേട്ടാ, ഞാൻ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അതും തിരുക്കുടലിന്ന് നീ അങ്ങനെ പഠിപ്പിക്കണ്ട. പഠിക്കണി പോയി. എന്തൊരു സെൻസ് നിന്റെ തന്തയ്ക്ക്. ജാതകം നോക്കി നല്ല ചേർച്ചയുണ്ട്. റാലിയൊക്കെ കഴിഞ്ഞ് ബാലൻ എപ്പോഴാടാ വരിക? ഒന്നും പറഞ്ഞില്ല. അവനാ മൂത്ത സന്താനം, അവന്റെ ഇളയതാ മോള്. ഇവൻ ഹരി MBBS പഠിക്കുന്നു. പയ്യന്റെ അച്ഛൻ എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇവൻ ONGCയിൽ എഞ്ചിനീയർ ആകും മുമ്പായിരുന്നു മൂത്ത മോളുടെ കല്യാണം. ആ വകയിൽ ഇത്തിരി ബാധ്യത ബാക്കി കിടപ്പുണ്ട്. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീടും പറമ്പും
അവളുടെ പേരിൽ എഴുതി വെച്ചിരിക്കുക. അതൊന്ന് തിരിച്ചെഴുതിക്കണം. അടുത്ത മാസം എഴുതിയില്ലെങ്കിൽ അത് വിറ്റ് കളയുമെന്നാ മരുമോന്റെ ഭീഷണി. ഒരു 15 ലക്ഷം കൊടുക്കേണ്ടി വരും. അതിനെന്താ, ചാരിമോളുടെ പേരിൽ 20 ലക്ഷം രൂപ 5 കൊല്ലായിട്ട് ബാങ്കിൽ ഇട്ടിരിക്കുക. കമ്പനിയുടെ ഒരാവശ്യത്തിനും അതിന് പണം എടുത്തിട്ടില്ല. എപ്പ വേണമെങ്കിൽ എടുക്കാം. ആ വേണ്ടപ്പോ പറയാം. മോളെ കണ്ടില്ലല്ലോ. ആ വിളിക്കാം. എന്തിനാ അമ്മേ, എത്ര പ്രാവശ്യമായി നാടകം? ഇനിയും ഞാൻ വേഷം കെട്ടി നിൽക്കണോ? ഈ കല്യാണവും നടക്കില്ലെന്നറിയാം. എനിക്ക് മടുത്തമ്മേ. മോളെ, ചൊവ്വാദോഷം മറച്ചു വെച്ചൊരു കല്യാണം നടത്താൻ മനസ്സനുവദിക്കാൻ ഞാൻ ആരെ വഞ്ചിച്ചാലും സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാനാവോ? മോളുവാ. ഈ ബന്ധം ഞങ്ങൾക്ക് ഇഷ്ടമാ. മൂത്ത മകനും കൂടി ഉള്ള ഒരു ദിവസം ഞങ്ങൾ വരാം. അന്ന് തീയതി ഉറപ്പിക്കാം. എന്തായാലും അടുത്ത ബുധനാഴ്ച വരും. അന്ന് രേണുവിന്റെ പിറന്നാളാ. Many, many happy returns of the day. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. എപ്പോഴും ഇങ്ങനെ ബാലേട്ടൻ വെറുതെ ടെൻഷൻ അടുപ്പിക്കും. ഇന്നലെ രാത്രി കൂടി ഫോൺ ചെയ്തതാ ഷാർപ്പ് 9 എത്തുമെന്ന്. ഇപ്പൊ ദേ മണി 10 വിളിച്ചോണ്ട് വരാൻ പോയ ശിവേട്ടനെയും കാണുന്നില്ല. ബാംഗ്ലൂരിൽ നിന്ന് നീ എത്തണ്ടേ രേണു? ഈ വാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പാന്ന് ബാംഗ്ലൂർ വെച്ച് കാർ റാലി നടക്കുമ്പോ ഫസ്റ്റ് കിട്ടാനുള്ള ആക്രാന്തത്തിനിടയിൽ അച്ഛൻ പേടിക്കണ്ട. എന്താ ഇതൊക്കെ? അതെ, ഈ വിദ്യ പ്രയോഗിച്ചതുകൊണ്ടാ ഇപ്പോഴെങ്കിലും ഇങ്ങ് വന്ന് പറ്റിയത്. കർണാടക ബോർഡർ കഴിഞ്ഞപ്പോ അവിടെ മലബാർ മേഖലയിൽ ഒരു മിന്നൽ ബന്ദ്, ഒറ്റ വണ്ടിയും വിടൂല. ഞാൻ പിന്നെ ജീവനുള്ളവരെ വഴി തടയും. പക്ഷെ ശവത്തിന് മാത്രം ഒരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയ ബുദ്ധിയാ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നന്നായി. പ്രവാസി കൂടുന്നുണ്ട്. അഭിനന്ദിക്കാനുള്ളതിന് ബാല വണ്ടി